പ്ലസ് ടുവിന് സയൻസ് എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായി മാറാൻ സാധ്യതയുള്ള ചില എൻട്രൻസ് ടെസ്റ്റുകളെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നമ്മളിവിടെ നിങ്ങൾ പറയുന്നത്. എൻട്രൻസ് ടെസ്റ്റുകൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം, എപ്പോൾ അപ്ലൈ ചെയ്യണം, അതുകൊണ്ടുള്ള സ്കോപ്പ് എന്തൊക്കെയാണോ എന്നുള്ള വിശദമായ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. PCM സ്റ്റുഡൻസിൻ്റെ എൻട്രൻസ് എക്സാമിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ സെഗ്മെൻറ്റ് വരുന്നത് എഞ്ചിനീയറിംഗ് ആണ്, രണ്ടാമത്തത് ആർക്കിടെക്ചർ, ഡിഫൻസ് ആൻഡ് ഡിസൈൻ, മൂന്നാമത്തത് അഗ്രികൾച്ചർ, നാലാമത്തത് പ്യുവർ സയൻസ് അല്ലെങ്കിൽ റിസർച്ച്. ഈ കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്ന സ്ലൈഡുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ലൈഡുകൾ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അതോടൊപ്പം ഈ എൻട്രൻസ് എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. അതിലാദ്യം നമ്മൾ പറയാൻ പോകുന്നത് എൻട്രൻസ് എക്സാം ഫോർ എഞ്ചിനീയറിംഗ് ആണ്. അതിനകത്ത് വരുന്നത് ആദ്യത്തെ JEE ആണ്, ജോയിൻ്റ് എൻട്രൻസ് എക്സാം. JEE എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് JEE മെയിൻ, JEE അഡ്വാൻസ്ഡ്. JEE മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ പ്രീമിയം IITസിലും അതുപോലെ NIITസിലും GFTസിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയുള്ള ഒരു എൻട്രൻസ് ടെസ്റ്റാണ്. JEE അഡ്വാൻസ്ഡ് എന്ന് പറയുന്നത് പ്യുവർ IITകളിലേക്കുള്ള സെലക്ഷനാണ്. JEE മെയിനിലെ ആദ്യത്തെ 2.5 ലക്ഷം റാങ്കുകാർക്കാണ് JEE അഡ്വാൻസ്ഡ് അപ്പിയർ ചെയ്യാൻ പറ്റുക. ഇതിൻ്റെ രജിസ്ട്രേഷൻ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വരുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് BTech, BE, BArch, B പ്ലാനിംഗ് ഇവയൊക്കെയാണ്. അടുത്തത് കീമാണ്, കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എൻട്രൻസ് എക്സാം. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് മാർച്ചിലാണ്. ഇതൊരു കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു എൻട്രൻസ് എക്സാമാണ്. ഇതിനകത്ത് വരുന്ന കോഴ്സുകൾ മെയിനായിട്ട് BTech, B.Pharm, അതുപോലെ ആർക്കിടെക്ചർ, മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് വരുന്നുണ്ട്, അഗ്രികൾച്ചർ, വെറ്റിനറി, ഫിഷറീസ്, ഫോറസ്ട്രി റിലേറ്റഡ് കോഴ്സസൊക്കെ കീമിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. VIT, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് എൻട്രൻസ് എക്സാം. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത് നവംബർ മാസത്തിലാണ്. വെബ്സൈറ്റ് ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വരുന്ന കോഴ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ BTech കോഴ്സുകളാണ്. അടുത്തത് വരുന്നത് MET, മണിപ്പാൽ എൻട്രൻസ് ടെസ്റ്റാണ്. നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഒക്ടോബറിലാണ്. ഇതിനകത്തും മെയിനായിട്ട് വരുന്നത് BTech കോഴ്സുകളാണ്. അതോടൊപ്പം തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകളും PG കോഴ്സുകളും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഒരു നാഷണൽ ലെവൽ ടെസ്റ്റാണ്. ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ PCM 50% ഇംഗ്ലീഷ് മാൻഡേറ്ററി ആയിട്ട് പഠിക്കാൻ പറയുന്നുണ്ട്. അതോടൊപ്പം ഒരു ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് കെമിസ്ട്രിയോ ബയോടെക്നോളജി, ബയോളജി അല്ലെങ്കിൽ ടെക്നിക്കൽ അല്ലെങ്കിൽ വൊക്കേഷണൽ സബ്ജക്ട്സ് ഇതിൻ്റെ കൂടെ പഠിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് മാത്രമേ ഈ എൻട്രൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അമൃത എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം നാഷണൽ ലെവൽ എക്സാമാണ്. നോട്ടിഫിക്കേഷൻ ഒക്ടോബറിലാണ്. മെയിനായിട്ട് BTech കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സൗത്ത് ഇന്ത്യയിൽ ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട്. അടുത്തത് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് കോമൺ എൻട്രൻസ് ടെസ്റ്റ്. എയർക്രാഫ്റ്റ് മേഖലയിൽ അല്ലെങ്കിൽ എയറോസ്പേസ് മേഖലയിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്കുള്ള ഒരു എൻട്രൻസ് ടെസ്റ്റാണ്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണ് കോൾ ഔട്ട് ചെയ്യുന്നത്. മെയിനായിട്ട് വരുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് എയറോനോട്ടിക്കൽ, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ്, എയറോസ്പേസ്, അതോടൊപ്പം BBAയും പിന്നെ വിവിധ ഏവിയേഷൻ കോഴ്സുകളും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. രജിസ്ട്രേഷൻ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തു. അടുത്തത് IMUCET, ഇന്ത്യൻ മെരിടൈം യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റാണ്. നോട്ടിഫിക്കേഷൻ ഡേറ്റ് മാർച്ചിലാണ് വരുന്നത്. BTech ഇൻ മെറൈൻ എഞ്ചിനീയറിംഗ്, നാവൽ ആർക്കിടെക്ചർ, ഓഷ്യൻ എഞ്ചിനീയറിംഗ്, അതുപോലെ BSc ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് റിപ്പയർ ഇങ്ങനെയുള്ള കോഴ്സുകളാണ്. CUSAT UG, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റാണ്. നോട്ടിഫിക്കേഷൻ വരുന്നത് ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ്. മെയിനായിട്ട് BTech കോഴ്സുകളാണുള്ളത്. BTechലുള്ള ഒരുവിധ എല്ലാ സ്ട്രീമുകളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രജിസ്ട്രേഷൻ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്നത് എൻട്രൻസ് എക്സാം ഫോർ ആർക്കിടെക്ചർ, ഡിഫൻസ് ആൻഡ് ഡിസൈൻ ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് NATA, നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ. നോട്ടിഫിക്കേഷൻ ഡേറ്റ് ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ്. ആർക്കിടെക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള BArch കോഴ്സാണ് ഇതിലെ മെയിൻ. NDA, നാഷണൽ ഡിഫൻസ് അക്കാഡമി എക്സാമിനേഷൻ. ഇത് 2 തവണ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യും. NDA 1 എന്ന് പറയുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഡിസംബർ ടു ജനുവരിയാണ്. അതിൻ്റെ എക്സാമിനേഷൻ നടക്കുന്നത് ഏപ്രിലാണ്. NDA 2 നോട്ടിഫിക്കേഷൻ ഡേറ്റ് മെയ്, ജൂണിലാണ്. എക്സാമിനേഷൻ സെപ്റ്റംബറിൽ നടക്കും. രജിസ്ട്രേഷൻ വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വരുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് 3 ഇയർ ട്രെയിനിങ് ഇൻ NDA, അതുപോലെ അതോടൊപ്പം തന്നെ 1 ഇയർ പ്രീ കമ്മീഷൻ ട്രെയിനിങ് അറ്റ് IMA, ആർമി, എയർഫോഴ്സ്, നേവി. ഇതിൻ്റെ എലിജിബിലിറ്റി 16 മുതൽ 19 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 12th. NIFT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി എൻട്രൻസ് എക്സാമാണ്.
ഇതൊരു നാഷണൽ ലെവൽ എക്സാമാണ്. നോട്ടിഫിക്കേഷൻ വരുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ്. ഇതിനകത്ത് വരുന്ന കോഴ്സുകൾ BF ടെക്, അപ്പാരൽ പ്രൊഡക്ഷൻ, ബാച്ചിലർ ഇൻ ഡിസൈനിങ്, ഫാഷൻ ഡിസൈൻ, കമ്മ്യൂണിക്കേഷൻ, നെറ്റ്വെയർ ഡിസൈൻ എക്സെട്ര. പറയാൻ പോകുന്നത് അഗ്രികൾച്ചർ എൻട്രൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതിൽ ഒന്നാമത്തേത് വരുന്നത് ICAR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്, ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാം. നോട്ടിഫിക്കേഷൻ മാർച്ച് ഏപ്രിലാണ്. കോഴ്സസ് വരുന്ന BSc, ഹോണേഴ്സ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ ആൻഡ് ഫോറസ്ട്രി അല്ലെങ്കിൽ ഫിഷറീസ് ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ്. അതുപോലെ തന്നെ BTech കോഴ്സുകൾ വരുന്നുണ്ട്, അഗ്രികൾച്ചർ, എഞ്ചിനീയറിംഗ്, ഡയറി ടെക്നോളജി, ഫുഡ് ടെക്നോളജി, ബയോടെക്നോളജി. ഒറീസ യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ടെക്നോളജിയുടെ എൻട്രൻസ് എക്സാം. നോട്ടിഫിക്കേഷൻ മാർച്ച് ഏപ്രിലാണ്. ഇതിനകത്ത് വരുന്ന കോഴ്സുകൾ BSc അഗ്രികൾച്ചർ, BSc കമ്മ്യൂണിറ്റി സയൻസ്, ഫോറസ്ട്രി ഒക്കെയാണ്. പഞ്ചാബ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റാണ്. നോട്ടിഫിക്കേഷൻ ഏപ്രിൽ മെയ് മാസങ്ങളിൽ. ഇതിനകത്ത് വരുന്ന കോഴ്സുകൾ BSc ഹോണേഴ്സ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ, BTech ഇൻ ബയോടെക്നോളജി, ഫുഡ് ടെക്നോളജി. എൻട്രൻസ് എക്സാം ഫോർ പ്യുവർ സയൻസ് ആൻഡ് റിസർച്ച് ആണ്. അതിൽ ആദ്യത്തേത് QET, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും അതോടൊപ്പം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലും ഡിഗ്രി പഠിക്കാനുള്ള ഒരു അവസരമാണ്. BSc ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സുവോളജി, ബോട്ടണി, കമ്പ്യൂട്ടർ സയൻസ്, എൻവയോൺമെൻറ്റൽ സയൻസ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളാണ് QET എൻട്രൻസ് എഴുതി കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത്. അടുത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ISER. നോട്ടിഫിക്കേഷൻ ഡേറ്റ് മാർച്ച് ഏപ്രിലാണ്. കോഴ്സുകൾ വരുന്നത് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ്, BS ആൻഡ് MS. കമ്പ്യൂട്ടേഷണൽ ഡാറ്റ സയൻസ്, അതുപോലെ എക്കണോമിക് സയൻസ്, എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്. BTech കോഴ്സുകൾ വരുന്നത് കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഡാറ്റ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെയാണ്. നെക്സ്റ്റ് NISER, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഇവിടെയും 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമുകളാണ്, ബയോളജി, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. ഇതിൻ്റെ കൂടെ സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതോടൊപ്പം PhDക്ക് ഡയറക്റ്റ് എൻട്രി കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. നോട്ടിഫിക്കേഷൻ വരുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ്.